പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 9ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 123-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ നിലയിലുള്ള ഒരു സഹായിയെ ലഭിച്ചില്ല എങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന സഹായിയെ നമുക്ക് ആവശ്യമാണ്. മനുഷ്യരുടെ സഹായം പലപ്പോഴും പരിമിതികൾ ഉള്ളതും അപര്യാപ്തവുമായി തീരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ യാതൊരു സഹായവും നമുക്ക് ലഭിച്ചില്ലെന്നും വരാം. ആരും സഹായിച്ചില്ലെങ്കിലും മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങളിൽ ദൈവിക കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു അന്തർദാഹം നമുക്ക് ആവശ്യമാണ്. അത്യന്തം ആവശ്യബോധത്തോടുകൂടെ തകർന്ന ഹൃദയവും നിറഞ്ഞ മിഴികളുമായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മെ സഹായിക്കുവാനും ഉദ്ധരിക്കുവാനും ദൈവമെന്നും നമ്മോട് കൂടെയുണ്ട്. ആമേൻ. ലോകത്തിന് കാണുവാനോ കേൾക്കുവാനോ കഴിയാത്ത കാര്യങ്ങൾ ഒരു ഭക്തന് വിശ്വാസത്താൽ കാണുവാൻ കഴിയും. ഹാനോക്ക്, നോഹ, അബ്രഹാം, മോശ എന്നിവരെല്ലാം വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവരായിരുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ച് കഴിയുമ്പോൾ ദൈവം ആരാണെന്നും നമ്മെ എന്തിനു വിളിച്ചുവെന്നും വിളിച്ചവർക്ക് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്യുമെന്നും വ്യക്തമായി ഗ്രഹിക്കുവാൻ കഴിയും. നമ്മുടെ ആത്മീയ നയനങ്ങൾ തുറന്നാൽ ദൈവത്തെയും ദൈവത്തിൻ്റെ പരിപാലനത്തെയും കാണുവാൻ കഴിയും. വാർദ്ധക്യം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ മങ്ങിപ്പോകാം. എന്നാൽ നമ്മുടെ അകമയുള്ള കണ്ണുകൾ ഒരിക്കലും മങ്ങിപ്പോകുവാൻ ഇടവരരുത്. 120 വയസ്സിൽ മോശ മരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ മങ്ങിയിരുന്നില്ല എന്ന് വചനം പറയുന്നു. ഏലി പുരോഹിതൻ്റെ കണ്ണുകളും കാഴ്ചപ്പാടുകളും മങ്ങിയപ്പോൾ അഹിയ പ്രവാചകൻ്റെ കണ്ണുകൾ അകക്കണ്ണ് തെളിമയോടെ പ്രകാശിച്ചു കൊണ്ടിരുന്നു എന്ന് വചനത്തിൽ കാണുവാനിടയാകും. ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ മരണത്തെ മുഖാമുഖം കണ്ടുനിന്ന സ്തെഫാനോസിന് സ്വർഗം തുറക്കുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. ആമേൻ. കണ്ണുകൾ കാണുവാനുള്ളതാണെങ്കിലും എല്ലാം നോക്കുവാനുള്ളതല്ല. കണ്ണുകൾ കൊണ്ട് നോക്കി ഹൃദയം കൊണ്ട് ചിന്തിച്ചാണല്ലോ ഒരുവൻ പാപത്തിൽ വീഴുന്നത്. കനാന്യ സ്ത്രീക്ക് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നുവെങ്കിലും അവൾ യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി കർത്താവിനെ പിൻചെന്നു. യേശുവിൽ നിന്നുള്ള ആദ്യ പ്രതികരണം അത്ര സന്തോഷമുള്ളതായിരുന്നില്ല. എന്നിട്ടും കൂടെ അവൾ യേശുവിനെ വിട്ടുപോകുകയോ മറ്റാരുടെയെങ്കിലും മുഖത്തേക്ക് നോക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ കൃപയും കരുണയും ധാരാളം അനുഭവിച്ചു. ആമേൻ. ശത്രുക്കൾ വലിയ സന്നാഹങ്ങളുമായി നമ്മെ തകർക്കുവാൻ വരുന്നു എന്ന് അറിയുമ്പോൾ എല്ലാവരും നോക്കുന്നത് തങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന മറ്റ് ഇടങ്ങളിലേക്കാണ്. എന്നാൽ യഹോശഫാത്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ തൻ്റെ ഭക്തന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാനിടയായി. ആമേൻ. ഇസ്രായേൽ കൂട്ടരും തങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും വളരെ ശക്തമായ ഭാഷയിൽ രാജാവിനോട് സംസാരിച്ചു ഒരിക്കൽ. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ
അപകടം പിടിച്ച സ്ഥലത്തുകൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അവർ രാജാവിനോട് സഹായം ചോദിക്കുവാൻ ലജ്ജിക്കുകയും പകരം ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവമുഖത്തേക്ക് നോക്കി. അഹവാ ആറ്റിൻ്റെ തീരത്ത് 3 ദിവസം രാവും പകലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത തൻ്റെ ഭക്തനെയും സംഘത്തെയും ദൈവം സുരക്ഷിതമായി അവരെ വഴി നടത്തുവാനിടയായി. ഒത്തിരി നന്മകളും ലഭിക്കുവാനിടയായി. അവർ പ്രസംഗിച്ച ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയതുകൊണ്ട് ദൈവം തൻ്റെ കൃപ അവരുടെ മേൽ പകരുകയും അവർ ആഗ്രഹിച്ചതിലും ഉപരിയായി നന്മകൾ ക്ഷണനേരം കൊണ്ട് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ആകയാൽ പ്രിയ ദൈവപൈതലേ, വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ ഈ പ്രഭാതം ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നേക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഏതെല്ലാം പ്രതികൂലങ്ങൾ നമ്മെ ആഞ്ഞടിച്ചെന്ന് വന്നേക്കാം. നോക്കൂ, യേശുവിൻ്റെ സ്തോത്രം ശിഷ്യന്മാർ പടകിൽ തിരകൾ പൊങ്ങി മറിയുമ്പോൾ, പടക് ആടി ഉലയുമ്പോൾ, സ്തോത്രം നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയ തൻ്റെ ശിഷ്യന്മാരെ എത്ര സുരക്ഷിതമായാണ് അവർ എത്തേണ്ട തുറമുഖത്ത് അവർ എത്തിച്ചേരുവാനിടയായത്. എഴുന്നേറ്റ് സ്തോത്രം, ഹല്ലേലൂയ, യേശു പടകിൽ നിന്നും എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. തിരശാന്തമായി പടക് അവർ എത്തിച്ചേരേണ്ട ശാശ്വത തുറമുഖത്ത് എത്തിച്ചേരുവാനിടയായി. പ്രിയ ദൈവവേദലേ, ഇന്ന് പ്രഭാതം ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു കുഞ്ഞു പോലും ലജ്ജിച്ചു പോകുവാൻ ഇടവരില്ല. സ്തോത്രം, സംഘടനയുടെ മുഖത്ത് നോക്കി, മാനുഷിക മുഖത്തേക്ക് നോക്കി നീ നാളുകളായി കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ നീ ലജ്ജിച്ചെന്ന് വന്നേക്കാം. സ്തോത്രം, പലപ്പോഴും നാം പരാജയപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന് പകൽ പറയുന്നു, കുഞ്ഞെ, നീ ദൈവമുഖത്തേക്ക് നോക്കൂ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഈ ദിവസങ്ങളിൽ തൻ്റെ ഭക്തന്മാരുടെ, തൻ്റെ മക്കളുടെ മുഖം ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആകയാൽ ഇന്ന് പ്രഭാതം ദൈവമുഖത്തേക്ക് യജമാനൻ്റെ കണ്ണ്, സ്തോത്രം, ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കരങ്ങളിൽ നോക്കുന്നത് പോലെ, ദാസി യജമാനത്തിയുടെ സ്തോത്ര കരങ്ങളിൽ നോക്കുന്നത് പോലെ ഇന്ന് പ്രഭാതം ദൈവമുഖത്തേക്ക് നോക്കാമോ? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരും. നിശ്ചയമായും ഈ ദിവസങ്ങളിൽ യഹോവയുടെ കരങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ യഹോവ കൽപ്പിക്കുന്നവരുടെ കരങ്ങളിൽ നിന്നും നിനക്ക് ചില നന്മകളെ ലഭിക്കുവാനിടയാകും. ഇന്ന് പ്രഭാതം വിശ്വാസത്തോടെ ഒരു ആമേൻ പറയാമോ? നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കർത്താവേ, നാളുകളായി അനവധി വിഷയങ്ങൾക്ക് വേണ്ടി അപ്പൻ്റെ മുഖം നോക്കിയ കുഞ്ഞുങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ഇടവരരുതേ പിതാവേ. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഞാൻ മടങ്ങിച്ചെല്ലും. അപ്പനോടും സ്തോത്രം സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തുവെന്ന് ഞാൻ എൻ്റെ അപ്പനോട് ഞാൻ ഏറ്റുപറയും. അപ്പൻ്റെ മുഖത്ത് നോക്കി തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ തൻ്റെ മകനെ അപ്പനാദരിച്ചതുപോലെ ഈ പകൽ സ്തോത്രം നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഒന്നേറ്റുപറഞ്ഞ് തെറ്റുപറ്റിപ്പോയി, കുറവ് സംഭവിച്ചു പോയി, അപ്പാ എന്നോട് ക്ഷമിക്കണമേ. ആ മുഖത്തേക്ക് നോക്കാമോ? ലജ്ജിച്ചു പോകത്തില്ല കുഞ്ഞെ, ലജ്ജിച്ചു പോകത്തില്ല. സ്വർഗം അത്ഭുതം ചെയ്യണം, എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.